വെൽക്കം ടു റോയൽ കൺവെൻഷൻ സെന്റർ. മെയിൻ റോഡിൽ നിന്നും വെറും 400 മീറ്റർ അകലെയായി 3 ഏക്കറിൽ വളരെ മനോഹരമായ അന്തരീക്ഷത്തിൽ 58,000 സ്ക്വയർ ഫീറ്റ് വലുപ്പത്തിൽ 700-ലധികം സീറ്റുകളുള്ള വിശാലമായ മാരേജ് ഹാൾ. കണ്ടാക്ട് നൗ ഫോർ ബുക്കിംഗ്. പട്ടാമ്പിയിൽ മോട്ടോർ വാഹന വകുപ്പിന്റെ നേതൃത്വത്തിൽ ഭിന്നശേഷിക്കാർക്കായി പ്രത്യേക ക്യാമ്പ് ഒരുക്കി. ജോയിന്റ് RTO KS രാജു ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. ഭിന്നശേഷിക്കാർക്ക് ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുവാൻ ആവശ്യമുള്ള സേവനങ്ങൾ നൽകാനും കടമ്പകളില്ലാതെ നടപടികൾ നടത്തുവാനും ലക്ഷ്യമിട്ടാണ് പട്ടാമ്പി RTO ഓഫീസിന്റെ നേതൃത്വത്തിൽ ക്യാമ്പ് ഒരുക്കിയത്. റോഡ് സുരക്ഷാ മാസാചരണത്തിന്റെ ഭാഗമായി കൂടി ഓൾ കേരള ഡ്രൈവിംഗ് സ്കൂൾ വർക്കേഴ്സ് യൂണിയന്റെ സഹകരണത്തോടു കൂടിയായിരുന്നു ക്യാമ്പ്. പട്ടാമ്പി ജോയിന്റ് RTO KS രാജു ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ക്യാമ്പിലെത്തിയ ഭിന്നശേഷിക്കാർക്ക് ലേണേഴ്സ് ടെസ്റ്റ് എടുത്തു നൽകുകയും ഡ്രൈവിംഗ് ടെസ്റ്റ് നടപടികൾ പൂർത്തിയാക്കുകയും ചെയ്തു. മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരായ K രാജീവൻ, സന്തോഷ്, അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരായ സനീഷ്, സുദേവ്, കൃഷ്ണദാസ്, ഷജി തുടങ്ങിയവർ പങ്കെടുത്തു. 2026 ജനുവരി 1 മുതൽ 31 വരെ കേരള മോട്ടോർ വാഹന വകുപ്പ് റോഡ് സുരക്ഷാ മാസമായിട്ട് ആചരിക്കുകയാണ്. റോഡപകടങ്ങൾ പരമാവധി കുറയ്ക്കുക, റോഡപകടങ്ങളിൽ സംഭവിക്കുന്നവർക്ക് എത്രയും പെട്ടെന്ന് അടിയന്തര ശുശ്രൂഷ നൽകുക തുടങ്ങിയ വിഷയങ്ങളാണ് റോഡ് സുരക്ഷാ മാസത്തിൻ്റെ ഭാഗമായിട്ട് മോട്ടോർ വാഹന വകുപ്പ് പ്രധാനമായിട്ടും ഉയർത്തുന്നത്. ഈ റോഡ് സുരക്ഷാ മാസത്തിൻ്റെ ഭാഗമായിട്ട് ഭിന്നശേഷിക്കാരായിട്ടുള്ള സുഹൃത്തുക്കൾക്ക് മോട്ടോർ വാഹന വകുപ്പ് നൽകുന്ന സേവനങ്ങൾ കടമ്പകളില്ലാതെ എത്രയും പെട്ടെന്ന് നൽകുന്നതിനായിട്ടാണ് ഇത്തരത്തിലുള്ളൊരു ഭിന്നശേഷി ക്യാമ്പ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഈ ഭിന്നശേഷി ക്യാമ്പിൽ ഭിന്നശേഷിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് ആവശ്യമായിട്ടുള്ള ലേണേഴ്സ് ടെസ്റ്റുകൾ ഇന്ന് ഇവിടെ തന്നെ വെച്ച് നടത്തുന്നതാണ്. അത് വാഹനങ്ങളുടെ സർവീസുമായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുള്ളവർക്കും ഇവിടെ തന്നെ വെച്ച് ആ സർവീസുകളും നൽകുന്നതാണ്. മോട്ടോർ വാഹന വകുപ്പ് ഭിന്നശേഷിക്കാർക്കായിട്ട് നൽകുന്ന സേവനങ്ങൾ സംബന്ധിച്ചിട്ടുള്ള സംശയങ്ങൾ ദൂരീകരിക്കുന്നതിനും എത്രയും പെട്ടെന്ന് സേവനങ്ങൾ ലഭ്യമാക്കുന്നതിനുമായിട്ട് സംഘടിപ്പിച്ചിട്ടുള്ള ഈ ക്യാമ്പിൽ സംബന്ധിക്കുന്ന എല്ലാവരും ഈ ക്യാമ്പിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് സഹകരിക്കണമെന്ന്